ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോണത് ഒരുപാട് പേരുടെ പ്രോബ്ലം ആണല്ലോ വിപ്പിംഗ് ക്രീമിൽ ഡാർക്ക് കളർ കിട്ടണില്ല എന്നുള്ളത്. അപ്പോൾ ഡാർക്ക് കളർ കിട്ടിക്കഴിഞ്ഞാലും ആ ഒരു ക്രീമിൽ കഴിക്കുന്ന സമയത്തൊക്കെ വയലാവാനും വയലാവാനും ഒക്കെ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ എങ്ങനെ വിപ്പിംഗ് ക്രീമിൽ നന്നായിട്ട് ഡാർക്ക് കളറും അതുപോലെ വയലൊന്നും കളറാവാതെ എങ്ങനെ നമുക്ക് വിപ്പിംഗ് ക്രീമിൽ കളർ കൊടുക്കാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യണത് വിവോൻ്റെ ക്രീമാണ്. അപ്പോൾ നമ്മൾ കളർ മിക്സ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് തിക്കായിട്ടുള്ള ക്രീം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ലൂസായിട്ടാണെങ്കിൽ അതുപോലെ കൂടുതൽ സ്റ്റിഫായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കളർ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറേ ടൈം ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാലല്ലേ കളർ മിക്സ് ആവുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് ക്രീം ലൂസാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീമിൽ ഡാർക്ക് കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ജെൽ കളർ, മാജിക് കളേഴ്സിൽ തന്നെ ജെൽ കളർ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ലിക്വിഡ് കളേഴ്സ് അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ, ക്രീം ലൂസാവാൻ ചാൻസ് ഉള്ള കാരണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഡാർക്ക് ഷെയ്ഡൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മാജിക് കളേഴ്സിലുള്ള പൗഡർ കളറാണ് യൂസ് ചെയ്യണത്. ഇത് മാജിക് കളേഴ്സിൽ സൂപ്പർ വിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളേഴ്സാണ്. അപ്പോൾ ഇത് പല കളേഴ്സും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു സെറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. സെറ്റ് 6 പീസാണ് നമുക്കൊരു സെറ്റിൽ വരുന്നത് കേട്ടോ. പല കളേഴ്സും ആണിതുള്ളത്. പിങ്ക്, റെഡ്, ഗ്രീന്, ബ്ലാക്ക്, ബ്ലൂ, അങ്ങനെ 6 ഷെയ്ഡാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് ഡാർക്ക് കളർ കിട്ടൽ, റെഡിൽ ഡാർക്ക് കളർ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ ബ്ലാക്കിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ബ്ലൂ ആണെന്നുണ്ടെങ്കിലും പിങ്ക് ആണെന്നുണ്ടെങ്കിലൊക്കെ ഡാർക്ക് കളർ ഷെയ്ഡ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത്രയും കളർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡാർക്ക് കളർ കിട്ടുള്ളൂ. പിന്നെ ഇത് കഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കസ്റ്റമർ റീപ്ലൈ വരാം കളേഴ്സ് വയലായിട്ടുണ്ട് എന്നുള്ളത്. ആ ഒരു എന്തായാലും നമ്മൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയരുതായിരിക്കും ഡാർക്ക് കളറൊക്കെ ചെയ്താൽ. അപ്പോൾ ഈ ഒരു കളേഴ്സ് ചേർത്ത് നമ്മൾ ക്രീമിൽ കൊടുക്കുന്ന സമയത്ത് വയലൊന്നും കളർ അങ്ങനെ ആവണില്ല കേട്ടോ. എന്നാൽ ഇത് ഒരുപാട് ആഡ് ചെയ്ത് കൊടുക്കരുത്, കുറച്ച് മാത്രം ആഡ് ചെയ്യാവുള്ളൂ. കുറച്ച് ആഡ് ചെയ്താൽ തന്നെ അത്യാവശ്യം കളർ കിട്ടും. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഈ ഒരു ഇതിൽ ക്രീമിൽ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം കളേഴ്സ് കിട്ടും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട്, കുറേശ്ശെ മാത്രം ക്രീം എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടെ ചെയ്യണത് സൂപ്പർ വിപ്പിൽ തന്നെ പിങ്ക് കളറാണ് യൂസ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഒരു ബ്രഷിൽ കുറച്ച് മാത്രം ആക്കണുള്ളൂ, ഒരുപാടൊന്നും ആക്കണില്ല. നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടു കഴിഞ്ഞാൽ എത്രത്തോളം എടുത്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് സ്പാച്ചില വെച്ചിട്ടോ അല്ലെങ്കിൽ നൈഫ് വെച്ചിട്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ പൗഡർ ക്രീമിൽ നന്നായിട്ടൊന്ന് മിക്സ് ആയി വരണം. അത് മിക്സ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെറിയ തരികളായിട്ട് ഈ ഒരു കളറിൽ ഉണ്ടായിരിക്കും കേട്ടോ. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ആയിട്ടില്ലെങ്കിൽ ആ ഒരു ചെറിയ ഡോട്ടായിട്ട് കളേഴ്സ് ഇങ്ങനെ സ്പ്രെഡായി നിൽക്കണത് കാണാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ കുറച്ചല്ലേ ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ അത് നല്ല ഡാർക്ക് പിങ്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലൂവും കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് കളർ മാത്രമേ ഇതിലേക്കും ചേർത്ത് കൊടുക്കണുള്ളൂ, ഡസ്റ്റ്. അപ്പോൾ ഈ ബ്രഷിൻ്റെ ഒരു ബ്രഷിൽ ഞാൻ ജസ്റ്റ് ഒന്ന് അതിലൊന്ന് ഡിപ്പ് ചെയ്തുകൊണ്ട് എടുക്കണുള്ളൂ. അപ്പോൾ അത്രയും മാത്രമേ ഈ കളർ ഞാനിതിൽ ചേർക്കണുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് മിക്സ് ചെയ്തിടുന്ന സമയത്ത് നമുക്ക് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ആഡ് ചെയ്യട്ടെ. അല്ലാണ്ട് ഒന്നിച്ച് ഒരുപാടൊന്നും ആഡ് ചെയ്ത് കൊടുക്കരുത്. വായിൽ കളറാവില്ല എന്ന് ഞാൻ പറഞ്ഞ കാരണം കൂടുതൽ ആഡ് ചെയ്തിട്ട് വായിൽ കളറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്ത് കളറാണെന്നുണ്ടെങ്കിലും ഒരു ലിമിറ്റിൻ്റെ അപ്പുറം ചേർത്ത് കഴിഞ്ഞാൽ വയലായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ബ്ലൂ കളർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് കളർ മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നാലും നല്ല നമ്മൾ ഒരു 3-4 ഡ്രോപ്പ് ആഡ് ചെയ്യണ അത്രയും ഡാർക്ക് കളർ നമുക്ക് ഈ ഒരു കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ചെയ്യണത് റെഡ് കളറാണ്. അപ്പോൾ ഒരുപാട് പേരെ പ്രശ്നമാണ് റെഡ് കളർ കിട്ടണില്ല. ഡാർക്ക് റെഡ് കിട്ടാൻ എത്ര ആഡ് ചെയ്ത് കഴിഞ്ഞാലും ഡാർക്ക് റെഡ് കിട്ടില്ല എന്നുള്ളത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്കും തന്നെ അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്, എത്ര ചേർത്ത് കഴിഞ്ഞാലും ഡാർക്ക് കളർ കിട്ടാത്ത. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചേർക്കുന്നതിനനുസരിച്ച് അത്രയും വായിൽ കളറാവും. സ്പൈഡർമാൻ തീം കേക്കൊക്കെ ചെയ്യുന്ന സമയത്ത് റെഡ് കളർ കൊടുക്കുമ്പോൾ ആ ഒരു കേക്ക് കഴിച്ചിട്ട് അപ്പോൾ തന്നെ പറയും വായിലൊക്കെ കളറായിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ ആ ഒരു തീം കേക്ക് വരുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട് വായിൽ കളറാവും എന്നുള്ളതൊക്കെ കേട്ടോ.
അപ്പോൾ ഞാനിപ്പോൾ റെഡ് കളർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറേ ടൈം മിക്സ് ചെയ്യുക കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതൊരു പൗഡർ പോലെയല്ല. അപ്പോൾ ഇത് ഉള്ളിലായിട്ട് പൗഡറൊക്കെ എടുക്കണുണ്ടായിരിക്കും, നമ്മൾ പുറത്ത് മാത്രം മിക്സിങ് വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ചെയ്യണത് ബ്ലാക്ക് കളറാണ്. അപ്പോൾ ബ്ലാക്ക് കളറിൻ്റെ കാര്യത്തിൽ ഞാനൊന്ന് ബാക്കിലോട്ടാട്ടോ, ഈ ഒരു ഡാർക്ക് കളർ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല ബ്ലാക്കിൽ. അപ്പോൾ ഞാനിനി ചേർത്തതിൽ കുറവ് വന്നിട്ടാണോ എന്നറിയില്ല, പക്ഷെ ഞാൻ 2 പ്രാവശ്യം കളർ മിക്സ് ചെയ്തിട്ട് എനിക്ക് ആ ഡാർക്ക് കളർ കിട്ടിയിട്ടില്ല കേട്ടോ ബ്ലാക്കിൽ. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ബ്ലാക്ക് ഡാർക്ക് കളറിൽ തന്നെ കിട്ടാൻ എന്താ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൽ എനിക്ക് പ്രത്യേകിച്ച് ഈ ഒരു കളർ കൊണ്ട് ഉപകാരം ഉണ്ടെന്നുള്ളത് തോന്നിയില്ല. നമ്മൾ സാധാരണ മാജിക് കളേഴ്സിലുള്ള ജെൽ കളർ ചേർത്ത് കഴിഞ്ഞാൽ കിട്ടണ അത്രയും ഡാർക്ക് കളർ എനിക്ക് ഇതിൽ കിട്ടിയിട്ടില്ല കേട്ടോ. നമ്മൾ പറയുമ്പോൾ എല്ലാ കാര്യവും പറയണമല്ലോ, അപ്പോൾ ഇതിൽ എനിക്ക് ഡാർക്ക് കളർ കിട്ടിയിട്ടില്ല. അപ്പോൾ മറ്റുള്ള കളേഴ്സൊക്കെ നല്ല കളേഴ്സാണ്, നല്ല ഡാർക്ക് കളർ കിട്ടുന്നുണ്ട്. റെഡാണ് ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. റെഡ്, പിങ്ക് എല്ലാം ഡാർക്ക് കളർ നമുക്ക് കിട്ടുന്നുണ്ട്, കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ബ്ലാക്കിൻ്റെ കളറിന് അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ഇനി ഇത് കൂടുതൽ കളർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നല്ല ഡാർക്ക് കളർ കിട്ടിയേക്കാം, പക്ഷെ ഞാനത് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. കാരണം ഈ ഒരു കളേഴ്സൊക്കെ വെച്ചിട്ട് നമ്മൾ കേക്കിൽ അതുപോലെ വല്ല ഡിസൈനൊക്കെ ചെയ്യണതായിരിക്കും. അപ്പോൾ അത്രയും കളർ ആ ഒരു കേക്കിലേക്ക് വരികയല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കിയിട്ടുള്ളൂ, പിന്നെ കളറൊന്നും ആഡ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഇതാണ് ആ ഒരു കളർ മിക്സ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ഫൈനൽ കളർ കേട്ടോ. അപ്പോൾ ഇതൊരു ബ്ലാക്ക് എന്ന് പറയാൻ കഴിയില്ല, ആഷ് കളറായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബ്ലാക്ക് കളറിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇത്രയും കാണിക്കാനുള്ളൂ. ഇനി ഞാനിവിടെ ചേർക്കുന്നത് ഒരു ഷെയ്ഡും കൂടി ചേർക്കാനുണ്ട്, അത് ഗ്രീൻ കളറാണ്. അപ്പോൾ ഈ ഒരു കളറ് കുറച്ചെടുത്തിട്ട് ചേർക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിൽസൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബോട്ടിലിൽ കാണുന്നത് വേറെ കളറായിരിക്കും. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടോപ്പ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏത് കളറാണെന്ന് കറക്റ്റ് മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ടോപ്പ് കറക്റ്റ് തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ എനിക്കും തന്നെ ഇത് ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോ കളറാണ് ബോട്ടിൽ കാണുന്നത്, പക്ഷേ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഈ ക്രീമിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഗ്രീൻ കളർ തന്നെ കറക്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ കുറച്ച് ഗ്രീൻ കളറേ ചേർത്തിട്ടുള്ളൂ, മറ്റേ പിങ്കൊന്നും ചേർത്ത് അത്രയും ചേർത്തിട്ടില്ല, കുറച്ച് മാത്രം ചേർത്തിട്ടുള്ളൂ. എന്നാലും അത്യാവശ്യം നല്ല ഗ്രീൻ കളർ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഗാർഡൻ ഗ്രീനിൻ്റെ ആ ഒരു കളറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പം 6 ഷെയ്ഡാണ് ഒരു സെറ്റായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു സെറ്റിൽ 6 ഷെയ്ഡാണ് കിട്ടുക. അപ്പോൾ ഇതിലൊരു പർപ്പിൾ കളറും കൂടി ഉണ്ട്, അപ്പോൾ അത് ഞാൻ ഈ ഒരു കളറിൽ കാണിച്ചിട്ടില്ല, സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു പർപ്പിൾ കളർ എനിക്ക് കുറച്ച് കൂടുതൽ ആവശ്യമുള്ള കാരണം ഞാൻ അതൊരു വേറെ പാത്രത്തിലാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു ബ്രഷിൻ്റെ താഴ്ഭാഗത്താക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇനി ഈ ഒരു കളറിനെ നമുക്ക് ക്രീമിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ, കൂടുതൽ ക്രീമുണ്ട് കേട്ടോ, കുറച്ച് കളറും കൂടുതൽ ക്രീമുമാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ബ്രഷിലുള്ളതൊക്കെ ഒന്ന് ആ ക്രീമിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പർപ്പിൾ കളർ ചേർത്തപ്പോൾ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ, നല്ലൊരു പർപ്പിൾ കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ. എനിക്കത് ഒരുപാട് ഇഷ്ടമായി ഈ ഒരു കളറ്. അപ്പം നല്ല ഭംഗിയുണ്ടായിരിക്കും ഈ ഒരു കളറൊക്കെ ചേർത്തിട്ട് കേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെഡ്ഡിങ് കേക്കിനൊക്കെ നല്ല ലുക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കളേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത്. ഒരുപാട് കൂടുതൽ കളേഴ്സ് ചേർത്തിട്ട് കേക്ക് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതുപോലത്തെ ഡസ്റ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യുക. അപ്പോൾ കുറച്ച് കളർ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, അതുപോലെ വായിലൊന്നും അങ്ങനെ കളറാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞാനിപ്പോൾ കയ്യിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ച് തന്നത്. അപ്പോൾ ഇതാണ്, ഈ ഒരു കളേഴ്സ് അങ്ങനെ വായിലൊന്നും ആവണില്ല. അതുപോലെ ഇത് ഡയറക്റ്റ് ക്രീമിൽ ചേർക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലതായിരിക്കും കുറച്ച് വെള്ളത്തിൽ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ക്രീമിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പമായിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി കഴിയും കേട്ടോ. അപ്പോൾ കേക്കിൽ കൂടുതൽ ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്